കുറേ ഓഫ് റോഡ് ട്രയൽസ് കഴിഞ്ഞെന്തീനല്ലോ. ഈ ഫോറസ്റ്റുകാർ പിടിക്കുമെന്ന് അറിയില്ല കേട്ടോ. ഇവരൊന്ന് തട്ടിക്കഴിഞ്ഞാൽ പിടി കിട്ടും. Hey guys, welcome back to your channel Rear Breaker. Guys, അപ്പോൾ പോകാൻ പോകുന്നത് അട്ടപ്പാടിക്ക് കേട്ടോ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അട്ടപ്പാടിക്കാണ് പോകണത്. നമ്മളിപ്പോൾ മണ്ണാർക്കാടെത്തി. അപ്പോൾ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് ഇറങ്ങി. ഇന്നിപ്പോൾ നമ്മൾ പതിവ് പോലെ RC-യിലല്ല, നമ്മളത് എക്സ്പൾസിലാണ്. ഇപ്പോൾ എക്സ്പൾസ് നമ്മുടെ വിഘ്നേഷിൻ്റെ എക്സ്പൾസ് കേട്ടോ. വിഘ്നേഷ് ബാക്കിൽ പില്ലനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അട്ടപ്പാടി ഓഫ് ടു അട്ടപ്പാടിയാണത്. അപ്പം ഞാൻ അട്ടപ്പാടിക്കുള്ള വഴിയും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ ആയിട്ട് വരണേ. ഗായ്സ്, അപ്പോൾ നമ്മൾ അട്ടപ്പാടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വഴി പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് വഴി കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ നേരത്തെ ആ മലയിൽ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കിടക്കണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം അടിപൊളി. ഇവിടുത്തെ വ്യൂ ഒക്കെ നോക്കി നോക്കി വൈബല്ലേ. ഓ മാൻ, ആ മലയൊക്കെ നോക്കി ക്ലൗഡ് ബെഡും കാര്യങ്ങളും കിടക്കണൊക്കെ മാറ്റാനെ. ആ ഒരു പട്ടി കിടക്കണം ഇവിടെ. പൊളി. ഗൈസ്, ഇവിടെ ആനമുള്ളി ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. ചെക്ക് പോസ്റ്റിൽ തടയണം കാര്യങ്ങളൊന്നുമില്ല. അത് ചോദിച്ചൊന്നുമില്ല. നമ്മളിപ്പോൾ ഫോറസ്റ്റ് റോഡ് കയറിയിട്ടാ. എടാ വ്യൂ നോക്കടാ. അട്ടപ്പാടി റോഡും വൈബ് കേട്ടോ. 33 കണ്ടിട്ട് സൈലന്റ് വാലി നമുക്ക് നോക്കിയേക്കാം. ഇനി ഫുള്ള് ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മെയിൻ ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസ് ക്രോസ് ചെയ്യും. കുരങ്ങൻ ഞങ്ങളുടെ ആനിമൽസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്രോസ് ചെയ്യും. അപ്പോൾ പരമാവധി നമ്മളൊന്ന് സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുറേ വൈൽഡ് ആനിമൽസ് ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. ഗൈസ്, ഞങ്ങളിപ്പോൾ കുറച്ച് നേരമായിട്ട് അങ്ങനത്തെ റോഡിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ളും അടിപൊളി റോഡ്, അടിപൊളി വൈബും, ഒന്നും പറയാനില്ല. നല്ലൊരു ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചമുണ്ട്, എന്നാൽ ചൂടുമില്ല, തണുപ്പ്, അങ്ങനത്തെ ക്ലൈമറ്റ്. ഓ മാൻ, വഴി നോക്ക്. ആ കാട്ടുപോത്തിനൊക്കെ സൈറ്റ് സീൻ കിട്ടിയ അടിപൊളി തന്നെ. ഭവാനി ഫോറസ്റ്റ് റേഞ്ച്. നമ്മൾ ഭവാനി ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കയറിട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതരം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വണ്ടി നിർത്തരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ വൈൽഡ് ആനിമൽസിൻ്റെ അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതാവും അവിടെ സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ പാർക്കിംഗ് നോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആനിമൽസിനെ ഫീഡ് ചെയ്തതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ട് കാണാം. നിങ്ങൾക്ക് അറിയണമല്ലോ. ജസ്റ്റ് വീക്കെൻഡ്സിലൊക്കെ റൈഡ് പോകാനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ. അഗളി പോലീസാണ് കേട്ടോ. പോലീസ് ചെക്കിങ് കേട്ടോ അഗളി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ തന്നെ എനിക്കറിയില്ല കേട്ടോ. അഗളി എത്തി.
ഇവിടെ ബോട്ട്സ് മെയിനായിട്ട് ഫുള്ളും തമിഴിലാട്ടോ ഇപ്പോൾ എഴുതിയേക്കണേ. നോക്കി മേലെ ഫുള്ള് കോടല്ലേ. മേ ബി നമുക്ക് കോട കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ആനക്കട്ടികൾ ആനവണ്ടി കേട്ടത്. നമുക്ക് ആനക്കട്ടി വരെ ഒന്ന് പോയാലോ? അട്ടപ്പാടിന്ന് കുറച്ചേ ഉള്ളൂ, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കക്കുപ്പടി അവിടെ എത്തി. റോഡ് ഭയങ്കര മോശം കേട്ടോ. ഇത് എക്സ്പോർട്സ് കൊണ്ട് തന്നെ വരാൻ പറ്റില്ല ഈ വഴി. അവിടെയൊക്കെ ഭയങ്കര മോശമായിരുന്നു റോഡ്. പിന്നെ എക്സ്പൾസ് ആയിട്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് എക്സ്പൾസ് 2V ആണ് കേട്ടോ. 2V വൈബാണ് സാധനം. ഇങ്ങനെയുള്ള വഴിയൊക്കെ എക്സ്പൾസ് 2V കൊണ്ടുപോയാൽ നമുക്ക് അത്യാവശ്യം വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം നമ്മളൊരു 10-70 കിലോമീറ്ററോളം നമ്മൾ ഓടി. അപ്പോൾ നമുക്ക് വലിയ കാര്യത്തിൽ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. റെസ്റ്റ് എടുത്തൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റോപ്പ് എടുത്തൊന്നുമല്ലാണ്ടേ വേറെ കാര്യമായിട്ടൊന്നുമില്ല. വണ്ടി നമ്മളങ്ങനെ കൊണ്ടുപോയിക്കോളും. പിന്നെ കണ്ട അങ്ങനത്തെ കട്ട് റോഡ്സൊക്കെ വരുമ്പോഴും വണ്ടിക്കതൊരു വിഷയമല്ല. ജസ്റ്റ് ഇതിനെ ഓടിച്ചു പോയാൽ മതി. വണ്ടി ആ കുണ്ടൊക്കെ വണ്ടി അബ്സോർബ് ചെയ്തോളും. നമ്മളൊന്ന് ഓടിച്ചു കൊടുത്താൽ മതി. ഇതാണ് റോഡൊക്കെ അത്യാവശ്യം മോശം കേട്ടോ. ഊട്ടി പോയാലോ? 95 ആ ഊട്ടി കയറാ. ഏതാ അത് പറഞ്ഞല്ലടാ. ആവും, നമുക്ക് കയറാം. അതിൻ്റെ മേലെ ഫുള്ളും കോടയാടാ. അതിൻ്റെ വരെ കയറണ്ടേ? നമുക്ക് കോടയുടെ മേലെ പോവാല്ലേ? ഇപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ പോകണ വഴിക്കൊരു പാലം കണ്ടായിരുന്നേ. ഇതൊരു പാലം കണ്ടായിരുന്നു, അതിനെ പോകാൻ വേണ്ടിയിട്ടാ. ഇതേ ഞങ്ങൾക്ക് ആ പാലം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കത് പോകണം തോന്നി. ഞങ്ങളത് തിരിച്ചു വന്നാൽ പാലത്ത് കൂടെ പോണു. നമുക്ക് വണ്ടിയൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാലോ. പാലം വൈപ്പ് നേരെ വെച്ച് പിടിച്ചാലോ? കോടറങ്ങി പോണോക്കടാ. ഞങ്ങളിപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളവിടെ നിന്ന് പോകുന്നുണ്ടോ. അവിടെ വിൻഡ്മില്ലും കാര്യങ്ങളൊക്കെ അവിടെ ദൂരെ കാണാം. നമ്മളിപ്പോൾ അകളി ആ റൂട്ടിലായിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അകളി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ പട്ടുപ്പാടി ഏരിയയിലുണ്ട് നമ്മളിപ്പോൾ. നമുക്ക് വഴി എന്നൊക്കെ പറഞ്ഞാലേ നല്ല തണലും ഒരു പ്രത്യേക തരം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രത്യേക വൈബ്. താഴെ നമ്മളൊരു പമ്പ് കണ്ടത്, പിന്നെ പമ്പ് കണ്ടിട്ടില്ല. പിന്നെ അകളി ആ ഭാഗത്തായിട്ടൊരു പമ്പ് ഉണ്ടോ തോന്നണം, കറക്റ്റ് അറിയില്ല. അവരെ പ്രോപ്പർട്ടിക്കുള്ള ഓരോ വഴിയും കാണാനൊക്കെ ലെഫ്റ്റും റൈറ്റിലേക്കൊക്കെ കിടക്കാൻ കാണാം. നമുക്ക് ഓഫ് റോഡുകളും മലകളും കുന്നുകളും മാത്രമേ ഉണ്ട് എക്സ്പോൾസ് കൊണ്ട് പോകുമ്പോൾ. അങ്ങനത്തെ റോഡ് ഇഷ്ടമല്ല. റോഡിൽ കൊക്കയൊക്കെ ഉണ്ട് കേട്ടോ. റോഡിലാണ് കൊക്ക, സൈഡിലൊന്നുമില്ല. ഓരോ കുഴികളേ. ഇതെന്തൊക്കെ ഓരോ ഓഫ് റോഡ് ട്രയൽസ് കഴിഞ്ഞെന്തീനല്ലോ. നമുക്ക് ആ കാറ്റാട്ടർ അങ്ങോട്ട് പോകാൻ പറ്റുമോ ചോദിച്ചു നോക്കാം കേട്ടോ. ബോസ് ആ കാറ്റാട്ടർ അങ്ങോട്ട് പോകാൻ പറ്റുമോ? വിൻഡുവിനോട് പറ്റുമോ? പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഓക്കെ ബോസേ. നമുക്ക് ആ വിൻഡുവിലൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. എന്താ വ്യൂലേ, ചേട്ടൻ്റെ മരങ്ങളൊക്കെ വെച്ചേക്കുന്ന അടിപൊളിയല്ലേ? ഓഫ് റോഡ് വരുമ്പോണ്ട് ആരുടെ പറമ്പാന്നാവും.
ബോസാ വിൻഡ് മില്ലിനോട് പോകാൻ പറ്റുമോ? അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഫോറസ്റ്റ് ഏരിയ വരുമോ? ഇത് ഫോറസ്റ്റ് വഴിയാണോ? യെസ്. കുറച്ചുകൂടെ പോകാൻ പറ്റുമോ? പോകണമെന്ന് കുഴപ്പമുണ്ടോ? ഇല്ല, ജസ്റ്റ് ഇതുവരെ പോകാൻ പറ്റുമോ? ആ കയറ്റാം. ബാ, ഇത് ഫോറസ്റ്റിൻ്റെ വഴിയാണെന്നോ പറയണേ. ഇത് ഫോറസ്റ്റിൻ്റെ വഴിയാണെന്നാ പറയണേ. ഈ ഫോറസ്റ്റുകാർ പിടിക്കുമെന്ന് അറിയില്ല കേട്ടാ. അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെക്കാ നമുക്ക് അതുവരെ ഒന്ന് പോയേക്കാം. നോൺട്രി തേഞ്ഞു. ഇതേ ഫോറസ്റ്റ് അജണ്ടയൊക്കെ വെച്ചാൽ അവിടെ. ഞാൻ അങ്ങോട്ട് പോകണ്ട, പോവാ. അജണ്ട ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിട്ടോ. നോക്കി ഇറങ്ങുമ്പോൾ വ്യൂ നോക്കി, പൊളി. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇറങ്ങി പോകണം. ഇത് എക്സ്പൾസ് 2 വീക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ABS തനിയെ അടിക്കും. ഫ്രണ്ട് ബ്രേക്കൊന്നും നമുക്ക് കിട്ടില്ല, സപ്പോർട്ട് ചെയ്യാൻ പോലും കിട്ടില്ല. ജസ്റ്റ് ഗിയറിൽ തന്നെ ഇറങ്ങി പോവുക. ഗിയറിലുള്ള ക്ലച്ച് വിടുക. വെഹിക്കിൾ അതിൻ്റെ പാട്ട് നോക്കട്ടെ. അവിടുത്തെ വ്യൂ മേളിലൊക്കെ നോക്കി, പൊളി വ്യൂ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ആനക്കട്ടിക്ക് കേട്ടാ പോണേ. നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് ആനക്കട്ടി പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു റൈഡ് വന്നോ, റോഡ് ട്രിപ്പ് പോലെ. അവിടെ പോവാ, റിലാക്സ് ചെയ്ത് പോവാ. മാൻ, ഓരോ വ്യൂസും വിഷ്വൽസൊക്കെ പെട്ടെന്ന് കയറി വരുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു തിരിവ് കഴിഞ്ഞാൽ ഒരു അപാര വ്യൂ അല്ലെങ്കിൽ ഒരു സംഭവം കിട്ടും. ഞങ്ങളിപ്പോൾ അഗളി എത്തിട്ടോ. അഗളി പോലീസ് സ്റ്റേഷൻ കാരണമൊക്കെ ലെഫ്റ്റ് കാണും. ഇത് ഹെഡിങ് ടു ആനക്കട്ടിയാണ്. ഇവിടെ നല്ല വെയിലുണ്ട്, പക്ഷേ ചൂട് കുറവ് തന്നെ. ചെറിയൊരു തണുപ്പുണ്ട്. അവിടെ ഉണ്ട്, അവിടെ ഫുള്ളും ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കേട്ടോ. മേലേൽ നമ്മൾ അഗളിയിൽ നിന്ന് കാണുന്ന നേരാണ് മല ഫുള്ളും നോക്കി. മലയുടെ താഴെ ക്ലൗഡ് കിടക്കണേ. നമുക്ക് ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയണില്ല, പക്ഷേ ഞങ്ങൾക്ക് കണ്ണോട് അടിപൊളിയായി കാണാൻ പറ്റുന്നുണ്ട്. കൊള്ളാം. നേരായിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അടിപൊളി റോഡ് ഫുള്ളും വൈബായി കിടക്കണം. നല്ല വിഷ്വൽസ് ഞാനുള്ള കേട്ടോ. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നല്ല രസമുണ്ട്. റോഡ് കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകും. ഞങ്ങൾ ഒരേ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴല്ലേ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ആനക്കട്ടിക്ക് ഒരു 3 കിലോമീറ്റർ കൊണ്ടുതന്നെ കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനത്തെ വഴി കൂടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ റോഡിൽ തണലില്ല. ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് തണൽ, റോഡിലിങ്ങനെ ഇടയ്ക്ക് മാത്രമേ തണലും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഫുള്ളൊരു നിരപ്പായ ഭൂമി, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്താ ചെറിയൊരു തണുപ്പുണ്ട്. അങ്ങനെ ഒരു വഴി. റോഡ് ഫുള്ള് ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തിട്ടേക്കുക ആണ്ടോ. കുറേ നേരമായിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഈ റോഡിൽ ഈ പശുക്കളുണ്ടല്ലോ, ഒരു രക്ഷയില്ലാണ്ട് കേട്ടോ കയറി വരണേ. അവരിവിടെ മേയ്ക്കാനൊന്നും ആൾക്കാരില്ല. ഓരോരുത്തർ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോകുന്നുണ്ട്. 2 3 4 5 അങ്ങനെ കുറച്ച് ഇതാണ്ടോ. ഒരു റോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ടാക്ടീസ് ഉണ്ടോ, ഇവരഴിച്ചു വിട്ടേക്കാണ്. റോട്ടിൽ നിന്ന് മാറി വയ്ക്കണില്ല, അതൊക്കെ കുഴപ്പം. സീനാണ് കേട്ടോ. ഇവരൊന്ന് തട്ടിക്കഴിഞ്ഞാൽ പിടി കിട്ടും. നമ്മൾ കൊമ്പൊക്കെ നോക്കിയേ,
കേട്ടോ. ആനക്കട്ടി എത്തി. ആനക്കട്ടി ബ്രിഡ്ജ്. വെൽക്കം ടു കേരള. നൈസ്. ആ സൈഡാ എന്താ പറഞ്ഞേ? ഞങ്ങൾ തൃശ്ശൂർ ജസ്റ്റ് വെറുതെ റൈഡിന് ഇറങ്ങിയതാ. അഡ്രസ് ഇല്ല, തിരിച്ച് വഴി തന്നെ പോളൂ, റിട്ടേൺ വഴി തന്നെ പോളൂ. അപ്പോൾ നമ്മൾ സാറെ സൈറ്റ് സീയിങ്ങിൽ ഏതെങ്കിലും സൈറ്റ് സീയിങ് സൈറ്റ് സീയിങ് കാണാൻ ടൂറിസ്റ്റ് പ്ലേസ്. സൈറ്റ് സീയിങ് അല്ലേ ടൂറിസ്റ്റ് പ്ലേസ്? ഇല്ല അല്ലേ ഇല്ല, ജസ്റ്റ് കുറച്ച് ദൂരം പോയിട്ട്. അതെ അല്ലേ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മറ്റേ അട്ടപ്പാടി വഴിയിട്ട് ഇങ്ങനെ കയറുകയാണ് ചെയ്ത്. അപ്പോൾ ചിലപ്പോൾ കോയമ്പത്തൂർ അല്ലെങ്കിൽ വഴി തന്നെ തിരിച്ചു വരും. അതെ അല്ലേ. ഈശ മറ്റേ ആദിയോഗി. ആദിയോഗി പോയി വന്നു. നമ്മൾ ആ വഴി പോയി തിരിച്ചു പോയി. വേറെ ഒന്നുമില്ല അല്ലേ. ജസ്റ്റ് കുറച്ച് ദൂരം പോയിട്ട് വരാം. ഏതാ പാർക്കാ? ജസ്റ്റ് ഒന്ന് റൈഡ് പോയിട്ട് വരാം ചേട്ടാ. അതെ അല്ലേ. ഓക്കെ ശരി. അതെ, നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് വരാം. ഓക്കെ താങ്ക് യു. ഒരു 2-3 കിലോമീറ്റർ പോകും, എന്നിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കയറി കേട്ടോ. ജസ്റ്റ് അവിടെ നമ്മുടെ വണ്ടി നമ്പറും പേരും അങ്ങനെ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ കൊടുത്തു. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ വരും. വേറെ ഒന്നുമില്ല. അവിടെ നിർത്തിക്കോ. നേരത്തെ പോയല്ലേ? പോട്ടെ. അതുവരെ പോയി തിരിച്ചു വന്നു. ഞങ്ങൾ അട്ടപ്പാടി പോയി സ്റ്റേ അടിക്കാൻ വെച്ചു. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് പോകുന്നായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് കയറി. അപ്പോൾ ഒരു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ജസ്റ്റ് അട്ടപ്പാടി പോയിട്ട് സ്റ്റേ അടിക്കാനുള്ള പരിപാടി പറഞ്ഞു. ആ മലയും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി. റൈറ്റ് സൈഡ് നല്ല വ്യൂ കേട്ടോ. നല്ല അടിപൊളി വ്യൂ റൈറ്റ് സൈഡ് നടന്നാണ്. ഇവിടെ വേറെ വ്യൂ. ഓടി ഇതൊക്കെ ഞങ്ങളിതാ KSRTC കൊണ്ടോ. ഞങ്ങളിപ്പോൾ അകളി ഫോറസ്റ്റ് റേഞ്ചിനോട് വയ്ക്കട്ടോ. അവിടുത്തെ റെസ്റ്റ് ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. അപ്പോൾ നമ്മൾ വെറുതെ അട്ടപ്പാടി വരെ പോയി. അട്ടപ്പാടി പോയിട്ട് എന്നിട്ട് അവിടെ നമ്മൾ ആനക്കട്ടി പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു റോഡ് ഡ്രൈവ് പോലെ പോയി വന്നു. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. കഴിഞ്ഞു ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വെറുതെ ബാക്ക് ടു തൃശ്ശൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.